രാപ്പകൽ സമരം 50-ാം ദിനത്തിലേക്ക് എത്തിയിട്ടും ആശാവർക്കർമാരോട് മുഖം തിരിച്ച് സർക്കാർ. നിരാഹാര സമരം 11-ാം ദിനത്തിൽ എത്തി നിൽക്കുകയാണ്. പ്രതിഷേധം ഘടിപ്പിക്കാൻ സമരക്കാർ നാളെ മുടിമുറിച്ച് പ്രതിഷേധിക്കും. സമരപന്തലിൽ നിന്ന് സുനിഷ അയ്യൂർ ചേരുന്നുണ്ട്. സുനിഷ, നാളെ 50 ദിവസം പൂർത്തിയാവുകയാണ്. നിരാഹാര സമരം 11-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ സമരത്തിൻ്റെ ഗിയർ മാറുന്നു. നാളെ മുതൽ കുറച്ചുകൂടി വൈകാരികമായ രംഗങ്ങൾക്കായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ക്യാമറ സാക്ഷ്യം വഹിക്കേണ്ടി വരിക. പ്രത്യേകിച്ച് മുടിമുറിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ. സമരം ഘടിപ്പിക്കാൻ തന്നെയാണോ തീരുമാനം? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വാർത്തകളിൽ പോലും ആശാവർക്കർമാർ കാര്യമായി ഉണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിലാണോ ആശാവർക്കർമാർ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത്? അരുൺ, ഇപ്പോൾ 49 ദിവസമായി ആശാവർക്കർമാർ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടങ്ങിയിട്ട്, നിരാഹാര സമരം ആരംഭിച്ചിട്ട് 11 ദിവസമായി. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇനി വീണ്ടും അടുത്ത ഘട്ടം എന്ന രീതിയിൽ സമരം കടുപ്പിക്കാനുള്ള ആശാവർക്കർമാരുടെ തീരുമാനം എന്നത് തന്നെയാണ്. അതായത് ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ ഉപവാസ സമരം കണ്ടതാണ്, പിന്നീടാണ് നിരാഹാര സമരത്തിലേക്ക് കടന്നത്. ഇനി 3-ാം ഘട്ടം എന്ന രീതിയിലാണ് നാളെ മുടി മുറിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കൂടി ആശാവർക്കർമാർ കടക്കുന്നത് എന്നതാണ്. ഏതായാലും ഈ അതിജീവനത്തിനായി പൊരുതുന്ന ആശാവർക്കർമാർ അടുത്ത ഘട്ടമായി മുടി മുറിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. ഇങ്ങനെ സ്ത്രീ തൊഴിലാളികളുടെ അവകാശ പോരാട്ടം എന്ന നിലയിൽ തന്നെ അന്തർദേശീയ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ ഈ ആശാവർക്കർമാരുടെ സമരം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ 154 ലോകരാജ്യങ്ങളിലെ 700 തൊഴിലാളി സംഘടനകൾ അംഗമായിട്ടുള്ള ആഗോള തൊഴിലാളി ഫെഡറേഷൻ പബ്ലിക് സർവീസ് ഇന്റർനാഷണൽ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുകയടക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും 50-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരം കടുപ്പിക്കുമെന്നത് തന്നെയാണ് ആശാവർക്കർമാർ പറയുകയും ചെയ്യുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്ത ഈ 50 ദിവസം കടക്കുന്നൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുടി മുറിച്ചടക്കമുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെയല്ലേ ചേച്ചി? തീർച്ചയായിട്ടും മുടി മുറിച്ച പ്രതിഷേധമാണ്. നമ്മൾ ഒത്തിരി പ്രതിഷേധങ്ങൾ നടത്തിയല്ലോ. ഇനി അടുത്തൊരു ഘട്ടമാണ്, ഒരു കടുത്ത പ്രതിഷേധത്തിൻ്റെ ഘട്ടമാണ് മുടി മുറിക്കുക എന്ന് പറയുന്നത്. നിരാഹാരവും വലിയൊരു കടുത്ത പ്രതിഷേധമായിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും തിരിഞ്ഞു നോക്കിയായിരുന്നു സമരം സെറ്റിൽ ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ വീണ്ടും കുറച്ചും കൂടെ കടുത്ത ഒരു സമര പരിപാടി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് ഒരു കടുത്ത സമര പരിപാടിയാണല്ലോ മുടി മുറിക്കുക എന്ന് പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ ബുദ്ധിമുട്ടും സഹിക്കാൻ ഈ 49 ദിവസം ഇവിടെ ഇരുന്ന് സഹന സമരമാണല്ലോ, അതും സഹിക്കാൻ തയ്യാറായി. അങ്ങനെയാണ്, അതായത് സമരം ചെയ്യുന്ന സ്ത്രീകളെല്ലാം മുടിമുറിച്ച് പ്രതിഷേധിക്കുക, അങ്ങനെയാണ്. നമ്മൾ വളരെ വലിയൊരു എന്ന് പറഞ്ഞാൽ ലിസ്റ്റാണിപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാവരും അത് വളരെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അതിന് വില്ലിങ്ങാണ്. മറ്റ് ജില്ലകളിൽ നിന്നും ആശാവർക്കർമാർ വരും ഇതിന് തയ്യാറായിക്കൊണ്ട്. വളരെ വലിയ പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് നടക്കുന്നത്. ഇതാണ് അരുൺ, ഏതായാലും വലിയൊരു പങ്കാളിത്തത്തോടു കൂടി തന്നെ ഈ ഒരു പ്രതിഷേധത്തിലേക്ക്, മുടി മുറിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കൂടി ആശാവർക്കർമാർ കടക്കുന്നു എന്നതാണ്. ആദ്യഘട്ടത്തിൽ ഇത്രയാൾ എന്നതിനപ്പുറം കൂടുതൽ ആളുകൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകാൻ എത്തുന്നു എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കും ഈ സമരം എന്നത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ അരുൺ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസമായി വലിയ രീതിയിലുള്ള സമര പോരാട്ടം ഇവിടെ കണ്ടില്ല എങ്കിൽ നാളെ മുതൽ വീണ്ടും സമരം ശക്തിപ്പെടുന്നൊരു കാഴ്ചയിലേക്ക് സെക്രട്ടേറിയറ്റ് പടിക്കൽ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ കാഴ്ച മാറുമെന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും 3 പേരാണ് ഇവിടെ നിരാഹാരം കിടക്കുന്നത്. അനിത കുമാരി, ബീന പീറ്റർ രാജ്, ഈ 3 പേരാണ്. ആദ്യഘട്ടത്തിൽ നിരാഹാരം കിടന്നവരൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 3 പേരാണ് ഇവിടെ നിരാഹാരം കിടക്കുന്നത്. ഇതേ രീതിയിൽ നിരാഹാര സമരം ഒരു വശത്ത് തുടരും. അതിനിടയിലാണ് പ്രതിഷേധം ശക്തിപ്പെടുത്തുക എന്നുള്ള രീതിയിൽ നാളെ ഈ മുടി മുറിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കൂടി ആശാവർക്കർമാർ കടക്കുന്നത്. ഇനി ഇതിൽ കൃത്യമായ ഒരു നിലപാട് സർക്കാർ അറിയിക്കും വരെ, ഒരു തീരുമാനം എടുക്കുന്നത് വരെ വിവിധ സമര രീതികളുമായി ആശാവർക്കർമാർ മുന്നോട്ട് പോകുമെന്നത് തന്നെയാണ് ഇവിടെ നിന്ന് ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്.